ഗോപാലേട്ടാ. എടി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? എന്താ? എടി വൈകുന്നേരം വരുമ്പോ എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വരേണ്ടത്? നീ ഇന്നലെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ വലിയ കൂട്ടങ്ങളൊന്നും വേണ്ട, കുറച്ച് പച്ചക്കറികൾ മാത്രം മതി. ഓ ആ തങ്കം, ഗുളിക എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? വാങ്ങിക്കണോ? 2-3 ദിവസത്തേക്കും കൂടെ ഉണ്ട് ഗോപാല, അത് കഴിഞ്ഞ് വാങ്ങിയാ മതി. ഓരോന്ന് പറഞ്ഞിരുന്നു വൈകി, പെട്ടെന്ന് പോവാൻ നോക്കട്ടെ. എന്റെ ഗോപാലമാമ, ഒരു പണിക്കിറങ്ങുമ്പോ നേരത്തും കാലത്തൊക്കെ ഇറങ്ങണ്ടേ? വന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല, മോളെങ്ങോട്ട് പോവാ? അത് നല്ല ചോദ്യം. ഗോപാലമാമന്റെ കൂടെ ഞാൻ എവിടേക്കാ വരാറുള്ളത്? ലോട്ടറി വിൽക്കാൻ. ഇന്നു മുതലേ ഞാനും ഇറങ്ങാം. വേണ്ട മോളെ, ഇന്ന് മോള് വരണ്ട. എല്ലാം ഒന്ന് ശരിയാകട്ടെ. ശരിയാവാനോ? എന്ത് ശരിയാവാൻ? ഞാനെന്താ ഇവിടെ സുഖമില്ലാതെ കിടക്കായിരുന്നോ? 2-3 ദിവസം വിശ്രമമൊക്കെ എടുക്കാൻ. ഗോപാലമാമ ഇങ്ങ് വന്നേ. മോളെ. സുനന്ദേച്ചി, ഇന്നലെ വൈകുന്നേരം ഗോപാലമാമയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പച്ചക്കറി വാങ്ങണം, മുട്ട വാങ്ങണം, പിന്നെ മോൾക്ക് കളർ പെൻസിൽ, അത്രയല്ലേ ഉള്ളൂ? അത്രയല്ലേ? അതെ. അതെ, അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അത് കൊള്ളാം. പണിയെടുക്കാൻ വേണ്ടി ഒരാള് പുറത്തേക്ക് പോകുമ്പോ എന്തേലും വേണോന്ന് ചോദിച്ചാ ഒന്നും വേണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയണം. എങ്കിലേ അവിടെ പൊരി വെയിലത്തുനിന്ന് പണിയെടുക്കുമ്പോ ഒരു ഉഷാറുണ്ടാവും. അല്ലേ ഗോപാലമ്മ? ഇതെന്താ എല്ലാവരും എന്നെങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്നെന്താ ആദ്യമായിട്ട് കാണണോ? ഓ, എന്റെ ചിന്തകളുടെയും കഴിഞ്ഞ സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കില് അത് ഞാൻ ഇന്നലെ അടച്ചുമൂടി ഒരു കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. തൽക്കാലം അത് ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷമിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഗോപാലമ്മ, പോവാ എന്നാല്. പോവാം മോളെ. സുനന്ദേച്ചി, അമ്മ അധികം ചിന്തിക്കാതെ നോക്കണേ. ചിന്തിച്ചു കഴിഞ്ഞാ അസുഖം കൂടും. പോട്ടെ. എന്താ തങ്കേച്ചി ഇത്? ഒക്കെ അവള് കരുതിക്കുട്ടി ചെയ്യുന്നത്. അവളുടെ മുഖത്ത് സങ്കടം വന്നാ നമ്മളൊക്കെ വേദനിക്കുമെന്ന് അവക്കറിയാം. അതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതിരിക്കാനാ പോയത്. ഒറ്റയ്ക്കിരിക്കുമ്പോ ഉള്ളില് കരയാൻ എളുപ്പമാണല്ലോ. ഒന്ന് ആലോചിച്ചാ നന്നായി. ഇവിടെ അടച്ചുമൂടിയിരിക്കുമ്പോ എല്ലാം തികട്ടി വരും. പുറത്തെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോ ആലോചിക്കാനൊന്നും സമയം കിട്ടില്ല. ഗോപാലേട്ടൻ അതിനുള്ള നേരവും കൊടുക്കില്ല. പോയിട്ട് വരട്ടെ സുനന്ദേ. ഒന്നുമില്ലെങ്കിലും അവളെ നോക്കിയിരുന്ന് ഞാൻ കരയണ്ടല്ലോ.